ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് മൈ ഡ്രീംസ്. അപ്പോൾ ബീഫ് പൊരിച്ചും റോസ്റ്റ് ചെയ്തൊക്കെ കഴിച്ചും അടുത്തവർക്കായിട്ട് ഒരു ബീഫ് സ്റ്റീക്ക് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനായി ബീഫ് ആദ്യം തന്നെ സ്ലൈസ് ആയിട്ട് കട്ട് ചെയ്യുക. അതിലേക്ക് ഉപ്പ് കുരുമുളക് പൊടി ഇട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ഇനി ഒരു കുക്കറിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് നമ്മുടെ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ച് ബീഫ് ഇട്ട് കൊടുത്ത് ബീഫ് ഒന്ന് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് 2 വിസിൽ വരുന്നവരേക്കും വേവിക്കുക. ഇനി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുത്ത ശേഷം ഈ വെന്ത ബീഫ് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ബ്രൗൺ കളർ ആവുന്നവരെ മൂപ്പിച്ചെടുക്കുക. ഇനി ബീഫ് സ്റ്റീക്കിലേക്ക് ഒഴിക്കാനുള്ള സോസിന് വേണ്ടി ഒരു നോൺ സ്റ്റിക് പാനിലേക്ക് എണ്ണ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് വഴന്ന് വരുമ്പോൾ ബീഫ് സ്റ്റോക്കും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടെ ചേർത്ത് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം കുരുമുളക് പൊടി, 1.5 കപ്പ് പാല് ഇത്രയും ഒഴിച്ച് ലോ ഫ്ലെയിമിലിട്ട് കട്ട കെട്ടാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അങ്ങനെ നമ്മുടെ സോസ് റെഡിയായി. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. സ്റ്റോക്കിൽ ആവശ്യത്തിന് ഉപ്പുള്ളതുകൊണ്ട് നോക്കി വേണം ചേർക്കാൻ. ഇനി നമ്മൾ ഫ്രൈ ആയി വന്ന ബീഫ് പീസസിലേക്ക് നമ്മുടെ സോസ് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ബീഫ് സ്റ്റോക്ക് വിത്ത് സോസ് റെഡിയായി. നമുക്ക് അത്യാവശ്യം നല്ല കുക്കായ രീതിയിൽ ബീഫ് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കേട്ടോ ആദ്യം ഒന്ന് കുക്കറിൽ വിസിൽ അടുപ്പിച്ച ശേഷം സ്റ്റീക്ക് പ്രിപ്പയർ ചെയ്തത്. ഡു ട്രൈ ഔട്ട്, സെൻഡ് മീ യുവർ ഫീഡ്ബാക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.